ഒറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങ് എറണാകുളത്ത് വന്ന് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്സുകളൊക്കെ കവർ ചെയ്ത് അതേ ദിവസം തന്നെ രാത്രി ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറിയ ഒരു ഷോർട്ട് ട്രാവൽ ട്രിപ്പിൻ്റെ കഥയാണ് കേട്ടോ ഇത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ കോഴിക്കോട് ട്രിപ്പ് പോലെ ഫുഡാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫുഡിൻ്റെ കൂടെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ എല്ലാ യാത്രകളിലെയും പോലെ നമ്മൾ നടന്ന് ഒരുപാട് സ്ഥലങ്ങളും കൂടി കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫാബ്സ് ട്രിപ്സ്. കഴിഞ്ഞ കോഴിക്കോട് ഫുൾ ഡേ ട്രാവൽ നമ്മുടെ ക്വീൻ ബീസിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഇത്തവണത്തെ ഫോർട്ട് കൊച്ചി നമ്മൾ ക്വീൻ ബീസിൻ്റെ കൂടെയാണ്. രാവിലെ തന്നെ ജനശതാബ്ദിയിലൊക്കെ നമ്മളെ കയറ്റി ഇവർ എറണാകുളം സൗത്തിൽ നിന്നും അവിടുത്തെ ഒരു ട്രാവലർ വഴി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗോകുൽ ഊട്ടുപുര എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹൈക്കോർട്ടിൻ്റെ അടുത്താണ്. വണ്ടി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. നമ്മൾ വേഗം തന്നെ ഒരു ഫിൽറ്റർ കോഫിയും നല്ല ക്രിസ്പി വടയൊക്കെ കഴിച്ചിട്ട് നേരെ ഹൈക്കോർട്ടിൻ്റെ അവിടെയുള്ള വാട്ടർ മെട്രോ കയറാനായിട്ട് വന്നു. കാരണം ഒത്തിരി പേർക്ക് വാട്ടർ മെട്രോ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു സുന്ദരമായ യാത്ര, ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നവർക്ക് അത് അതിസുന്ദരമായിട്ടൊരു യാത്രയായിരിക്കും. ഈ യാത്രയുടെ അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ചെന്നിറങ്ങുന്നു. അവിടെ നിന്ന് നമ്മളൊരു കുഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ വാസ്കോ ഡ ഗാമ സ്ക്വയർ, അവിടെ തന്നെ ഉള്ള ഒരു ഇങ്ങനെ നടക്കാനൊക്കെ ഉള്ളൊരു പേയ്മെൻ്റ് ആണ്. അവിടെയും വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെയാണ് ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങാം. പക്ഷെ നമ്മൾ പാർക്കിലൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ വേഗം തന്നെ ട്രാവലറിൽ കയറി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് മട്ടാഞ്ചേരി സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കായീസ് ബിരിയാണി സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ഡേ എന്തിനാ ഫുഡ് കഴിക്കാൻ പോകുന്നത്? ബിക്കോസ് നമ്മളിപ്പോൾ തന്നെ ഒരു 11:30-12 മണി അടുപ്പിച്ചായി. ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ബിരിയാണി ഒന്നും കിട്ടില്ല. ബീഫോർ ബിരിയാണി കണ്ടോ? ബീഫോർ ബിരിയാണി അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പിന്നെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് പോകാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇത്തവണ നമ്മൾ ഈ 65 വർഷത്തിന് മേലെ പാരമ്പര്യമുള്ള കായീസിലേക്കാണ് പോകുന്നത്. കായിക്കാൻ്റെ ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ റൈസിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. ബസ്മതി റൈസിൻ്റെ ദം ബിരിയാണിയാണ്. അപ്പോൾ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഞാൻ പറയുവാണ്, എനിക്കത് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. ബട്ട് നമ്മൾ കൈമ റൈസിൻ്റെ ബിരിയാണിയോടുള്ള ഒരു അഫെക്ഷൻ കാരണമാണെന്നറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിവ്യൂ ആയിരുന്നു കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചിലർക്കൊക്കെ കൈമ റൈസിൻ്റെ ബിരിയാണിയാണ് ഇഷ്ടം, ചിലർക്കൊക്കെ ബസ്മതി ഇഷ്ടമാണ്, സ്റ്റിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ബട്ട് ഇവിടുത്തെ ഒരു സാധനമുണ്ട്, മട്ടൺ റോസ്റ്റ്. അതിന് എല്ലാവർക്കും നല്ല ഗുഡ് ഫീഡ്ബാക്കാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ കായ്സിൻ്റെ ഈ ഒരു ബിരിയാണി ഷോപ്പാണ് ഈ കായ്ക്ക വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി പണ്ട് ബ്രിട്ടീഷ് ആർമിയുടെ ഒരു കുക്കായിരുന്നു. അതിനുശേഷമാണ് പുള്ളി ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. പിന്നെ തൻ്റേതായ ഒരു ഒത്തൻറ്റിക് റെസിപ്പി കൊണ്ടുവന്ന് ഈ ഒരു ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അപ്പോൾ ഈ കായ്സ് ബിരിയാണി കഴിക്കാതെ മട്ടാഞ്ചേരിയിൽ നിന്ന് വരരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ടേസ്റ്റ് ആണല്ലോ. സാധാരണ നാരങ്ങ അച്ചാർ അല്ലാതെ ഒരു പുളിയച്ചാറൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടും. പുളിയച്ചാർ എനിക്ക് ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയില്ല. എനിക്കൊരു ഡേറ്റ്സ് അച്ചാറിൻ്റെ ഒരു ഫീലൊന്നും കിട്ടിയില്ല കേട്ടോ. ബട്ട് ഇവരെ മട്ടൺ പെരട്ട് മസ്റ്റ് ട്രൈ. അങ്ങനെ ബിരിയാണിയൊക്കെ വയർ നിറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നടന്നു. ഇവിടെ നമ്മൾ നടന്ന് കാണേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഗുജറാത്തി സ്ട്രീറ്റിൽ, അതേപോലെ തന്നെ മട്ടാഞ്ചേരി സ്ട്രീറ്റിൽ, എല്ലായിടത്തും. ഇവിടെ നമുക്കൊരു ജെയിൻ ക്ഷേത്രം കാണാം. നമ്മൾ ബട്ട് ആ ഒരു ടൈമിലല്ല എത്തിയതുകൊണ്ട് അവിടെ പോയി കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെയുള്ള ആളുകളെ ശ്രദ്ധിച്ചറിയാം, ഗുജറാത്തികളാണ്. ഗുജറാത്തികളുടെ സ്കൂളുണ്ട്. ഇനിയിപ്പം നമ്മൾ ഗുജറാത്തി സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ശാന്തിലാലിൻ്റെ ഈ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. 1953 അതായത് ഏകദേശം 70 വർഷങ്ങളായിട്ട് ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ശാന്തിലാൽ മിഠായി വാല എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കിട്ടും. നമ്മളങ്ങനെ നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് മെയിനായിട്ട് ഇവരുടെ ഒരു ഗാട്ടിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചിപ്സ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, അതായിരുന്നു മേടിക്കാനുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ദോക്ല, അതുപോലെ റബഡി, പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസ്, നമ്മുടെ കാല ജാമുൻ, മഞ്ഞ ജിലേബി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല, ഗുജറാത്തികളുടെ ആകുമ്പോൾ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരും. പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ബട്ട് ആ മഴയത്ത് കൊടയൊക്കെ പിടിച്ചിട്ടുള്ള യാത്ര ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടക്കാൻ എന്ത് രസമായിരുന്നു. അവിടെ നമ്മൾ റിനു സ്കൂൾ ബാറിലേക്ക് പോയി. ഏകദേശം 3 കൊല്ലമായി ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്. കുറേ നാളായി ഞാൻ കേൾക്കുവാണ് ഇവിടുത്തെ അവോക്കാഡോ ബട്ടർ ഷേക്ക് ഭയങ്കര ഫേമസാണ്. എന്തുകൊണ്ട് ഈ ഷോപ്പിന് എത്ര ഹൈപ്പ് വന്നു എന്ന് അറിയാൻ വേണ്ടി തന്നെ വന്നതാണ് കേട്ടോ. ബട്ട് ആ ഒരു അവോക്കാഡോ ഷേക്ക് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇവരുടെ ഫാനായിട്ട് മാറി. സംഭവം കിടിലം. നിങ്ങൾ അവോക്കാഡോ ലവർ ആണെങ്കിൽ നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ട് കഴിച്ചു നോക്കുക.
ബട്ട് നിങ്ങൾക്ക് അവക്കാഡോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാംഗോ ഷേക്ക് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ട് ഞാൻ ഈ സാധനം കുടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നല്ല അവക്കാഡോ. ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കറക്റ്റ് റൈപ്പായിട്ടുള്ള ഒരു ഫോമിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഷേക്ക് പെർഫെക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ സാധനം ഉണ്ടാക്കുന്നത് ആ പെർഫെക്റ്റ് ഫ്രൂട്ട് സെലക്ഷനൊക്കെ അടിപൊളിയാണ്. ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന മട്ടാഞ്ചേരിയിലേക്കാണ്. മട്ടാഞ്ചേരി പോയിട്ട് നമ്മൾ മട്ടാഞ്ചേരി പാലസ് കാണും. അപ്പോൾ പാലസിൻ്റെ അകത്ത് വീഡിയോ എടുത്തുകൂടാന്നുള്ളത് കൊണ്ട് ഞാൻ എടുക്കാൻ നിന്നില്ല. പാലസിൻ്റെ അകത്തേക്ക് നമ്മൾ പോവുക, അവിടുത്തെ ചുവർ ചിത്രം കലകളൊക്കെ ഒന്ന് ആസ്വദിക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതതിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ്. ഇനി നമുക്ക് മട്ടാഞ്ചേരി ജൂതത്തെരുവിലാണ് പോകുന്നത്. സാറ്റർഡേ ആക്ച്വലി സിനഗോഗ് ഹോളിഡേ ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാറ്റർഡേ പോയോണ്ട് നമുക്ക് സിനഗോഗ് ഓപ്പണായി കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭൂതിയാണ് കേട്ടോ നമ്മൾ ആ ഒരു ജൂ സ്ട്രീറ്റിലൂടെയുള്ള ഒരു വാക്ക്. അമേസിങ് വാക്ക്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. പെയിൻറ്റിങ്സ്, അതേപോലെ തന്നെ ഓരോ ആൻറ്റിക് പീസസ്, വഴിവിളക്കുകൾ. ഇത് സിനഗോഗിലേക്കുള്ള വഴിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ചില ബിൽഡിങ്സൊക്കെ ഒത്തിരി ഓൾഡാണ്. ഇത് സിനഗോഗിൻ്റെ സൈഡിലുള്ള, അതായത് സിനഗോഗിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളതാണ് ഈ ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്നതൊക്കെ. അവിടെ ഓപ്പൺ അല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോകുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പെർഫ്യൂംസ്, ക്യൂട്ട് ആൻറ്റിക് പീസസ്. ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബാർഗെയിൻ ചെയ്ത് ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ. ജൂ സ്ട്രീറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് കഫേസൊക്കെ കവർ ചെയ്യണം. ഫോർട്ട് കൊച്ചിയിലെ കഫേസിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓരോന്നും ഓരോ ക്യുസീൻസാണ്. ഏത് കഫേ ചൂസ് ചെയ്യണം എന്ന് ആലോചിച്ച് നമ്മൾ ചൂസ് ചെയ്തത് കാശി ആർട്ട് കഫേയാണ്. കാരണം ഇവിടുത്തെ ആർട്സ് കാണാനും രസമാണ്. പിന്നെ ഇവരുടെ ചോക്ലേറ്റ് കേക്കിന് ഒരു സെറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. സോ വൈ, എന്തുകൊണ്ട് ആ ചോക്ലേറ്റ് കേക്കിന് ഇത്രയും ഫാൻ ബേസ് വന്നു അത് നമുക്കറിയണ്ടേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ തന്നെ എല്ലാവരും ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് മേടിക്കുന്നത്. സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഫ്രഞ്ച് പ്രസ് കോഫിയും കൂടി ട്രൈ ചെയ്തു. ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഉണ്ടാക്കണം കേട്ടോ. അത് കുറച്ച് പണിയാണ്, എന്നാലും രസമുണ്ടായിരുന്നു. ഡിക്കോഷൻ നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് കഫേൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു റേഷ്യോ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. പിന്നെ ആ ചോക്ലേറ്റ് കേക്ക് വിത്ത് ദാറ്റ് സോസസ് ലൈക്ക് വാവ്. ഇത്രയും കഫേസിൽ നിന്നും കാശി ആർട്ട് കഫേ ചൂസ് ചെയ്തതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രത്യേക ഒരു അഭിമാനം തോന്നി കേട്ടോ. ബിക്കോസ് അതൊരു മസ്റ്റ് ട്രൈ ചോക്ലേറ്റ് കേക്കാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് അത് കഴിച്ച് നോക്കണം. 250 സംതിങ് റുപ്പീസേ ഉള്ളൂ. ബട്ട് ശരിക്കും വേർത്താണ്. എന്ത് ക്വാണ്ടിറ്റി ഉണ്ടെന്നറിയോ. നമ്മൾ 3 പേര് ചേർന്നാണ് അത് കഴിച്ചു തീർത്തത്. അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ഒരു അഡിക്റ്റീവ് ടേസ്റ്റാട്ടോ, വേറെ ലെവൽ. അങ്ങനെ എല്ലാവരും ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ കേക്കൊക്കെ കഴിച്ച് ഫോർട്ട് കൊച്ചിയിലൂടെ പിന്നെയും കറങ്ങി നടക്കുമ്പോഴാണ് നമ്മുടെ ബിലാലിൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞത്. അത് അവിടെ തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബിഗ് ബിയിലെ ബിലാലിൻ്റെ വീട്. ബട്ട് അവിടെ ഒരു പെയിൻറ്റിങ് ചെയ്തതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 6 മണി ക്രോസ് ചെയ്തു. ഇനി നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. അവിടുത്തെ ആ ഒരു വാക്ക് വേ കൂടെയൊക്കെ നടന്ന് ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യാം. അവിടെ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ഭയങ്കര എക്സ്പോ ഒക്കെ നടക്കുവാണേ. ഒത്തിരി ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിച്ച് ഫുള്ളായതുകൊണ്ട് ആർക്കൊന്നും ട്രൈ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. നമ്മൾ തൂക്കുപാലമൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുക. കൊച്ചി വരെ വന്നിട്ട് സീ ഫുഡ് കഴിക്കാതെ ഞാൻ അങ്ങനെ പോവുമോ? അതാ നമ്മളിനി കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഫിഷ് തവ ഫ്രൈയും നല്ല തിരുത മീൻ കറിയും പാൽക്കപ്പയും പിന്നെ കൊച്ചിക്കാരുടെ മെയിൻ ഐറ്റം ബോട്ടി, അതും ഇവിടെ കിട്ടും കേട്ടോ. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ഫുഡിങ് ട്രിപ്പായിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് സീ ഫുഡൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളൊരു ഷോപ്പ്, അതേപോലെ തന്നെ മീൽസ് കിട്ടുന്ന ഒരു ഷോപ്പ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കിട്ടുന്ന ഒരു ഷോപ്പ് നമ്മൾ തപ്പി വന്നതാണ് ഈ മച്ച്ലി റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, പുട്ട്, അപ്പം. അപ്പോൾ ലൈറ്റായിട്ട് കഴിക്കേണ്ടവർക്ക് ലൈറ്റായിട്ട് കഴിക്കാം. ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. ഫിഷ് തവ ഫ്രൈ ഇവിടുത്തെ അടിപൊളിയാണ്. നമ്മൾ ഷീലാവ് എന്ന് പറയുന്നൊരു മീൻ ഉണ്ടായിരുന്നു, പിന്നെ വറ്റ ഉണ്ടായിരുന്നു, അയല ഉണ്ടായിരുന്നു, ഒത്തിരി ഫിഷസ് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് നൈറ്റ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് ഫിഷസ്, കണ്ടമാനം ഓപ്ഷൻസും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള ഫിഷസ് എല്ലാം നമ്മൾ ഫിഷ് തവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവരുടെ ഫിഷ് കറി ആൻഡ് പാൽക്കപ്പ ഓൾസോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. കുട്ടികൾക്ക് നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. രാത്രിയിൽ കുറച്ച് ചോറും മോരുകറിയും മീൻ കറിയും കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടെ മീൽസ്. സാധാ മീൽസൊന്നും അല്ല, അതിൻ്റെ കൂടെ വരുന്ന കറികളിൽ കക്കത്തോരൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം പൊളിയായിരുന്നു. മീൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചതിൽ ഇഷ്ടപ്പെടാത്തൊരു സാധനം പാൽക്കപ്പയാണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ ആ കപ്പ നല്ലോണം വെന്തൊടയണമായിരുന്നു, കുറച്ച് കട്ടിക്കായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ആ ഒരു ഐറ്റത്തിന് ഞാൻ ഒരു നെഗറ്റീവ് പറയുക. അതർവൈസ് അവരുടെ തവ ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നത്. ഈ ഒരു ചേച്ചി ബോട്ടിക്കറി മേടിച്ചു. ചേച്ചിക്കാണെങ്കിൽ ഇവരുടെ ഐറ്റംസ് ഒക്കെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ പാൽക്കപ്പ ഒഴിച്ച് പിന്നെ സീ ഫുഡിൽ ഞണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞണ്ട് ഫ്രൈ ഒക്കെ നമ്മൾ കഴിച്ചു നോക്കി. എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു. കേര ചുരക്കറിയും തിരുത മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ആക്ച്വലി ഇവർ അതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് മീൽസിൻ്റെ കൂടെ തരുന്നുണ്ട്. ഫിഷ് തവ ഫ്രൈയിൽ നമ്മൾ ഷീലാവാണ് ട്രൈ ചെയ്തത്. ഷീലാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇതാണ് നമ്മുടെ ക്വീൻ ബീസിൻ്റെ എല്ലാമായ സൗമ്യ. ക്വീൻ ബീസ് നമ്മളെ ഈ ട്രിപ്പ് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തിൽ ഇത്രയധികം ഫുഡ് കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കൂടി നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഡിന്നറോട് കൂടി തീരുവാണെങ്കിൽ നമ്മൾ നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് നമ്മൾ മേടിച്ച സ്വീറ്റ്സ് ഒക്കെ ഇതാ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു. ട്രിവാൻഡ്രം മാംഗ്ലൂർ എക്സ്പ്രസ്സിലേക്ക് കയറുന്നു. വെളുപ്പിനെ 4:30 നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അങ്ങനെ എല്ലാവരും വിട പറയുകയാണ്. അപ്പോൾ ക്വീൻ ബീസിന് എൻ്റെ സ്പെഷ്യൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരോ യാത്രകളുടെ കാഴ്ചകളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ക്വീൻ ബീസ് ട്രാവൽ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക. ബൈ, സി യു, ടേക്ക് കെയർ.